നാളത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് NCP ശിവസേന സഖ്യം അധികാരത്തിലേറിയത്. മുഖ്യമന്ത്രി പദത്തിലുടക്കിയ BJPയും ശിവസേനയും 35 വർഷത്തെ സഖ്യബന്ധമാണ് ഉപേക്ഷിച്ചത്. അതിനുശേഷം ശിവസേന ശത്രുക്കളായ കോൺഗ്രസുമായും NCPയുമായും ഏറെ നാളത്തെ ചർച്ചയ്ക്കൊടുവിൽ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. എന്നാൽ ഈ ത്രികക്ഷി സഖ്യം ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ BJPക്ക് തന്നെയാണ്. മഹാരാഷ്ട്രയിൽ BJPയുടെ അധീനതയിലുള്ള എല്ലാ മേഖലകളും പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ത്രികക്ഷി സഖ്യം ഇപ്പോൾ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഞായറാഴ്ച 3 മുനിസിപ്പൽ കൗൺസിലിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 2ഇടത്ത് ത്രികക്ഷി സഖ്യവും ഒരിടത്ത് BJPയും വിജയിച്ചു. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കുന്നതിൽ വിജയിച്ച കോൺഗ്രസ് NCP ശിവസേന സഖ്യം വിജയം തുടരുകയാണ്. പശ്ചിമ വിദർഭയിലെ അമരാവതി ജില്ലയിലെ 2 മുനിസിപ്പൽ കൗൺസിലുകളാണ് സഖ്യം BJPയെ പരാജയപ്പെടുത്തി സ്വന്തമാക്കിയത്. പർലിയിലെ സിർസല പഞ്ചായത്തും സഖ്യം നേടിയിട്ടുണ്ട്. 3 മുനിസിപ്പൽ കൗൺസിലുകളിലേക്കാണ് മത്സരം നടന്നത്. ഇതിൽ 2 കോൺഗ്രസ് NCP ശിവസേന സഖ്യം നേടിയത്. 1 മുനിസിപ്പൽ കൗൺസിൽ BJPയും നേടിയിട്ടുണ്ട്. ദമാംഗവോൺ റെയിൽവേ, തിബ്സ മുനിസിപ്പൽ കൗൺസിലുകളാണ് കോൺഗ്രസ് NCP ശിവസേന സഖ്യം നേടിയത്. ചന്ദൂർ റെയിൽവേ കൗൺസിൽ BJPയും നേടി. ബിഡിയിലെ പർലിയിലെ മഹാവികാസ് അഘാഡിയുടെ സ്ഥാനാർത്ഥി സർപഞ്ച് തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെട്ടതും. പർലിയിലെ തഹസീലിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തായ ദമാംഗവോണിലും തിവാസിയിലും ത്രികക്ഷി സഖ്യം വിജയിച്ചപ്പോൾ ചന്ദൂർ മുനിസിപ്പൽ കൗൺസിൽ BJP നിലനിർത്തി. BJPയുടെ ആശാബായി പോബ്ഡെയാണ് ത്രികക്ഷി സഖ്യ സ്ഥാനാർത്ഥിയായ അഷ്റുബായ് കിറാവാല പരാജയപ്പെടുത്തിയത്. BJPയുടെ ശക്തി കേന്ദ്രമായ പാർലിയിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അട്ടിമറി വിജയം NCP നേടിയിരുന്നു. മുൻ മന്ത്രിയും BJP നേതാവുമായ ഗോപിനാഥ് മുണ്ടെയുടെ മകൾ പങ്കജ മുണ്ടെയായിരുന്നു ഇവിടെ BJP സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പേർ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഗോപിനാഥ് മുണ്ടെയുടെ അനന്തരവനും NCP നേതാവുമായ ധനഞ്ജയ് മുണ്ടെയായിരുന്നു ഇവിടെ വിജയിച്ചത്. പാർലിയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തായ സിർസലയിലെ വിജയം വലിയ നേട്ടമാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.